ഇന്ന് മത്തി കൊണ്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാവുന്ന ഒരു റെസിപ്പി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 12 മത്തി, ഒരു മീഡിയം സൈസിലുള്ള മത്തി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മൾ വറുക്കാനൊക്കെ ചെയ്യുന്ന പോലെ ഒന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലിയും അതുപോലെ എരിവുള്ള മുളക് പൊടിയും, പിന്നെ ഒരു 3 ചെറിയ കുടംപുളി ഞാൻ ചെറിയ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, വെളിച്ചെണ്ണ, ഉപ്പ്. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഒരു ചട്ടി എടുത്തിട്ട് ചട്ടിയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഇനി നമുക്കൊരു 2.5 ടീസ്പൂണോളം 2.5-3 ടീസ്പൂണിൻ്റെ അടുത്ത് ഒരു കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ നല്ല എരിവുള്ള മുളക് പൊടി ഒരു 1.5 ടീസ്പൂണോളം, ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ഇടാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ പുളി, കുടംപുളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കൈ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഞാൻ. നമുക്കിതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീനും കൂടെ ഇട്ട് കൊടുക്കാം. ഇതും കൂടെ നന്നായിട്ടൊന്ന് നമ്മൾ മീനൊക്കെ വറുക്കാനായിട്ട് പരട്ടുന്നത് പോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ എളുപ്പമാണ്, സിമ്പിളാണ്. അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് ചെയ്യാനായിട്ട്. നമ്മൾ മീൻ വറുക്കുന്ന ആ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ മതി. കാരണം മീൻ വറുക്കാനൊക്കെ ആയിട്ട് നമ്മൾ എടുക്കുന്ന അതേ പൊടികളൊക്കെ തന്നെ ആവശ്യമുള്ളൂ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രം. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ വേണമെങ്കിൽ മാത്രം ഉപയോഗിക്കട്ടെ, അപ്പോൾ നല്ല കളർ ഉണ്ടാവും. അപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ അളവ് ഇടേണ്ടി വരും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഞാനൊരു മീനെല്ലാം ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ചും കൂടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം. കുറച്ചും കൂടെ വെള്ളം ഒന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം മീനെല്ലാം ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ മീനെല്ലാം ഞാൻ നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ട് കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിള വരുമ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ചതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റണം. ആ ഒരു സ്റ്റേജിലെത്താപ്പം മീനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചാറൊക്കെ നന്നായിട്ടൊന്ന് വറ്റും. ഒരുപാട് ചാറുള്ള കറിയല്ല ഇത്. ശരിക്കും മീൻ കഷ്ണത്തിലൊക്കെ ഇങ്ങനെ നല്ല ഗ്രേവി ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന അങ്ങനെയാണ് നമുക്ക് ഈ കറി ലാസ്റ്റ് ഉണ്ടാവുക. ആ ഒരു സ്റ്റേജിൽ നമുക്ക് അതുവരെ ഒന്ന് കുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ഇടയ്ക്ക് ഒന്ന് തുറന്നു കൊടുത്തിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. സ്പൂണിട്ട് ഒരുപാട് ഇളക്കണ്ട, കാരണം മീൻ കഷ്ണങ്ങൾ ഇങ്ങനെ പൊടിഞ്ഞു പോകും. അപ്പോൾ നമുക്കിനി അടച്ച് വെച്ചിട്ട് നന്നായിട്ട് മീൻ കഷ്ണങ്ങൾ വേവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അടച്ച് വെച്ച് നമ്മൾ കുക്ക് ചെയ്തിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്കൊന്ന് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ട് ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കിട്ടണം. വീണ്ടും നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ചാറൊക്കെ നന്നായിട്ടൊന്ന് കുറുകി നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളത്തിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഇപ്പോൾ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് ബാക്കിയുള്ള വെള്ളം കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഏകദേശം കറി ഇപ്പോൾ തന്നെ റെഡിയാണ്. അപ്പോൾ നിങ്ങൾ ഉപ്പൊക്കെ നോക്കുക, ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അതുപോലെ പുളിയുടെ അളവിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്താം. നിങ്ങളുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചിട്ട് പുളിയും അതുപോലെ എരിവിലൊക്കെ മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ ഞാനൊരു 3 കഷ്ണം ചെറിയ കുടംപുളിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താം. ഇനി നമുക്കിത് അടച്ചു വെക്കേണ്ട. ഇനി തുറന്ന് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ചും കൂടെ ചാറ് ഒന്നും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കണം. ചാറ് കുറുകുന്നതനുസരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചട്ടി ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കാനായിട്ട് മറക്കരുത്, കാരണം അടി പിടിക്കും. അപ്പോൾ അതൊന്ന് ഞാനിപ്പോൾ 2-3 പ്രാവശ്യം ചെയ്ത് കൊടുത്തിരുന്നു. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് 2-3 പ്രാവശ്യം ഒന്ന് ചുറ്റിച്ച് കൊടുത്തിരുന്നു. അപ്പോൾ അത് ചെയ്യാനായിട്ട് മറക്കരുത്. ചാറൊക്കെ നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇത്രയും വറ്റി കിട്ടിയാൽ മതി. ഒരുപാട് അങ്ങ് ഫുള്ള് വെള്ളം വറ്റിക്കരുത്. ഇത്രയും ഒന്ന് ആയി കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അവസാനമായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് നന്നായിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില നന്നായിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഏകദേശം ഒരു 1-1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് അടച്ചു വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ആവി കയറിയാൽ മതി. അതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. പിന്നെ ഗ്യാസ് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല ചൂടായിട്ട് ചട്ടി തന്നെ ഓൾറെഡി ചൂടാണല്ലോ. അപ്പോൾ ആ ഒരു ചൂടും കൂടെ കിട്ടുമ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടും. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. വേപ്പിലയും അതുപോലെ തന്നെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചു. ഗ്യാസൊക്കെ ഓഫ് ചെയ്തു. അടച്ചു വെച്ചതിന് ശേഷം ഞാനൊന്ന് തുറന്നു. അപ്പോൾ നന്നായിട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സ്മെല്ലാണ്. നമുക്ക് ഈ വെളിച്ചെണ്ണയും കറിവേപ്പിലയും നമ്മൾ ഈ ചൂടായ കറിയിലേക്ക് ഇട്ട് പിന്നെ അടച്ചു വെച്ച് തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടും.
വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക കേട്ടോ. വെളിച്ചെണ്ണയിലാണ് ചെയ്താലാണ് നല്ല കറക്റ്റ് ഫ്ലേവർ നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മുടെ മത്തി വറ്റിച്ചത്, അതായത് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്നും ഇല്ലാതെ നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ ചെയ്ത കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. Thank you.